1 gram atomic mass of any element or every element contains 1 mole of atoms എന്നാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ GMM-ഉം അതായത് ഗ്രാം മോളും പിന്നെ നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് മനസ്സിലായവർക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇതാണ്, 1 GAM ഓഫ് എനി എലമെന്റ് കണ്ടെയ്ൻസ് 1 mole of atoms. അതായത് 1 gram atom is equal to 1 mole atoms. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്. ആ പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ആ ഇക്വേഷൻ എങ്ങനെയാണ്, നമ്പർ ഓഫ് മോൾ ആറ്റംസ് ഈക്വൽ ടു മാസ്. മാസ് പറഞ്ഞാൽ സാധാരണയായിട്ട് അത് നമ്മൾ എന്തിലാണ് തരേണ്ടത്, ഗ്രാമിലാണ് തരേണ്ടത്. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഓർ ഗ്രാം ആറ്റം. ഓക്കെ, ദിസ് ഈസ് ദി പോയിന്റ്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നു ഈ ഗ്രാം മോളിക്കുലർ മാസും ഓർ ഗ്രാം മോളും അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസും നമ്പർ ഓഫ് മോൾസ് അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് ചോദിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു GAM ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒരു മോൾ ആറ്റം ആണെങ്കിൽ GAM എന്ന് പറയുന്ന ഗ്രാം അറ്റോമിക് മാസിൻ്റെ ചുരുക്കെഴുത്താണ്. 1 ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എന്താണ്, 6.022 × 10⁻23 മോളിക്യൂൾസ് ആയിരിക്കും. ഇതാണ് അതിൻ്റെ പോയിന്റ്. ഓക്കെ, അതായത് 1 ഗ്രാം അറ്റോമിക് മാസ് 1 മോൾ ആറ്റം ആണെങ്കിൽ 1 ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 1 ഗ്രാം മോൾ എന്ന് പറയുന്നത് 1 മോൾ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അവിടുന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാം മോളിക്കുലാർ മാസ്, മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. അതായത് ഈ പോയിന്റ് ഏടുന്നാണ് നമുക്ക് പോയിന്റ് കിട്ടിയത്, ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും 1 ഗ്രാം മോളിക്കുലർ മാസ് എടുത്താൽ അതിൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടാകും എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. ഓക്കെ, അതിൻ്റെ അർത്ഥം നമ്മളിങ്ങനെ പറയാം, ഇവിടെ നമുക്ക് പറയുന്നു ഗ്രാം മോളിക്കുലർ മാസ് എന്തിന് ഈക്വലാണ്, 6.022 × 10⁻23 മോളിക്യൂളിന് ഈക്വലാണ്. അതായത് 1 മോൾ മോളിക്യൂളിന് ഈക്വലാണ്. അപ്പോൾ 1 മോൾ മോളിക്യൂളിൻ്റെ മാസിനെയാണ് നമ്മൾ ആ സബ്സ്റ്റൻസിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അപ്പം മോളിക്കുലർ മാസിനെ നമുക്ക് വേണമെങ്കിൽ മോളാർ മാസ് എന്നും പറയാം. എന്താണ് മോളാർ മാസ് എന്ന് പറഞ്ഞാൽ, ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിനെ നമുക്ക് എന്ത് പറയാം, മോളാർ മാസ് എന്ന് പറയാം. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിനെ നമുക്ക് മോളാർ മാസ് എന്ന് പറയാം. കാരണം ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും, അതിൻ്റെ മോളിക്കുലാർ മാസിന് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസിന് ഈക്വലായിരിക്കും. അപ്പോൾ ഒരു GMM അല്ലെങ്കിൽ ഒരു ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ മോളാർ മാസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ്, അതായത് നമുക്ക് എത്ര മാസിലുള്ളതാണോ കാണേണ്ടത്, മാസ് ബൈ മോളാർ മാസ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ മോളിക്യൂൾസ് ആണെന്നുള്ള കാര്യം ഓർമ്മിക്കണം. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. For example, the molecular mass of water or H2O is equal to 18 AMU. Therefore, 1 gram mole of or gram molecular mass of H2O is equal to 18 gram. Therefore, 18 gram of H2O contains
6.022 into 10 raised to 23 water molecules or 1 mole water molecule. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതിയ ഇക്വേഷൻ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. മാസ് ബൈ മോളാർ മാസ് ആണ്. അപ്പോൾ നമുക്ക് ഈ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലാർ മാസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുക. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഇൻ 90 gram of water or H2O. ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് മതി? H2Oൻ്റെ മോളാർ മാസ് അറിഞ്ഞാൽ മതി. അത് നമുക്കറിയാം. എത്രയാണ്? 18 ആണ്. മോളാർ മാസ് ഓഫ് H2O ഈസ് ഈക്വൽ ടു 18 gram ആണ് അല്ലേ? ഒരു ഗ്രാം മോളിക്കുലർ മാസ് വാട്ടർ എന്ന് പറഞ്ഞാൽ 18 gram ആണ്. സോ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയാണ്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ് ആണ്. അപ്പോൾ 90 gram മാസ് നമുക്ക് തന്ന മാസ് എത്രയാണ്? 90 gram ഡിവൈഡഡ് ബൈ 18 gram. ദാറ്റ്സ് ഈക്വൽ ടു 5 moles ഓർ 5 into 6.022 into 10 raised to 23 molecules. എന്ത് മോളിക്യൂൾസ്? വാട്ടർ മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദി എക്സാമ്പിൾ. നമ്മൾ ആലോചിക്കേണ്ടത് പോയിന്റ് ഈ 2 പോയിന്റുകളാണ്. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് 3 പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ പോയിന്റ് 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 6.022 into 10 raised to 23 പാർട്ടിക്കിൾസ് ഉള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഞാൻ എഴുതിത്തരാം. രണ്ടാമത്തത് ഗ്രാം അറ്റോമിക് മാസ് ഓർ ഗ്രാം ആറ്റവും നമ്പർ ഓഫ് മോൾ ആറ്റംസും തമ്മിലുള്ള റിലേഷനാണ്. അതായത് 1 gram atomic mass of any element is equal to 6.022 into 10 raised to 23 atoms or 1 mole of atoms. Third point, 1 gram molecular mass of any substance contains 6.022 into 10 raised to 23 molecules or 1 mole of molecules. Okay, ഇനി നമ്മൾ നാലാമത്തെ ഒരു പോയിന്റ് പറയുന്നത് gaseous വോളിയവും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷനാണ്. നമുക്കറിയാം, ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് എസ് ടി പിയിലാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു ഗ്യാസിൻ്റെ വോളിയം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്യാസിൻ്റെ വോളിയം അതിൻ്റെ പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എസ് ടി പി എന്നൊരു കണ്ടീഷൻ കൊണ്ടുവരുന്നത്. എസ് ടി പിൻ്റെ ഫുൾ ഫോം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. 273 കെൽവിൻ ടെമ്പറേച്ചറും 1 atm പ്രഷറും ആയ കണ്ടീഷനെയാണ് നമ്മൾ പൊതുവെ എസ് ടി പി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ എസ് ടി പിയിലാണ് നമ്മൾ മറ്റ് ഗ്യാസസിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ഗ്യാസിൻ്റെയും വോളിയം നമ്മൾ പറയുന്നത് ഏതിലാണ്? എസ് ടി പിയിലാണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ എസ് ടി പിയിലാണ് നമ്മൾ ഒരു ഗ്യാസിൻ്റെ വോളിയം പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനി എസ് ടി പിയിൽ ഗാഷ്യസ് വോളിയവും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അവോഗാഡ്രോ ലോ പറയുന്നത്. അവോഗാഡ്രോസ് ലോ. ഈ ലോ പറഞ്ഞ ഡെഫിനേഷൻ ഓർമ്മയില്ലേ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ പറയുന്നു എസ് ടി പി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ 273 കെൽവിൻ ആണ് അവിടുത്തെ ടെമ്പറേച്ചർ, 1 atm ആണ് അവിടുത്തെ പ്രഷർ. ഈ ഒരു കണ്ടീഷൻ സ്റ്റാൻഡേർഡാക്കി എടുത്ത് ഇതിലാണ് നമ്മൾ മറ്റ് ഗ്യാസസിൻ്റെ വോളിയം പറയുന്നത്. അപ്പോൾ നമ്മൾ അവോഗാഡ്രോസ് ലോയിൽ പറയുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർമെൻ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എസ് ടി പി എന്ന് പറഞ്ഞാൽ എസ് ടി പിയിൽ ടെമ്പറേച്ചറും പ്രഷറും മാറുന്ന പ്രശ്നമാണ്. കാരണം അതൊരു സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്. അവിടെ നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ വോളിയവും ഈക്വൽ ആണെന്നാണ് അവോഗാഡ്രോസ് ലോ പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഏതെടുക്കാം? ഈ 1 മോൾ എടുക്കാം. 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ്സ് ഈക്വൽ ടു 6.022 into 10 raised to 23 മോളിക്യൂൾസ് ആണ്. അപ്പോൾ 1 മോൾ ഓഫ് എയർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിൽ ഇത്രയും മോളിക്യൂൾസ് ഉണ്ടാവും.
അപ്പോൾ നമ്മൾ എസ് ടി പിയിൽ 1 മോൾ ഓക്സിജൻ എടുത്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ വോളിയം നമുക്ക് 22.4 ലിറ്റർ കിട്ടി. 22.4 ലിറ്റർ കിട്ടി. അപ്പോൾ നമ്മൾ 1 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയം എത്ര കിട്ടി? 22.4 ലിറ്റർ കിട്ടി. നമ്മൾ ഓക്സിജന് പകരം വേറൊരു 1 മോൾ നൈട്രജൻ എടുക്കുന്നു, വേറൊരു വാതകം എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആണ്, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവോഗാഡ്രോസ് ലോ പ്രകാരം ഇവിടെ അതിൻ്റെ വോളിയം എത്ര തന്നെയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും അല്ലേ? ഇത് ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും കേസ് മാത്രമല്ല, ഏതൊരു ഗ്യാസിൻ്റെയും 1 മോൾ എടുത്താൽ അതിൻ്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. അതായത് 22,400 മില്ലി ലിറ്റർ ആയിരിക്കും. ഓക്കെ, ഒരു മോൾ ഗ്യാസിൻ്റെ വോളിയത്തെ വേണമെങ്കിൽ നമുക്ക് മോളാർ വോളിയം എന്ന് പറയാം. മോളാർ വോളിയം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ എങ്ങനെ പറയും? ദി മോളാർ വോളിയം ഓഫ് എനി ഗ്യാസ് അറ്റ് STP ഈസ് 22.4 ലിറ്റർ. അതായത് ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോൾ എടുത്താൽ അതിൻ്റെ വോളിയം STPയിൽ എത്ര ലിറ്റർ ആയിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 22,400 മില്ലി ലിറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നു, നമ്പർ ഓഫ് മോൾസ് ഓഫ് എനി ഗ്യാസ് അറ്റ് STP ഈസ് ഈക്വൽ ടു its volume in liter divided by 22.4 liter or volume in milliliter divided by 22,400 milliliter. ഓക്കെ, ദെൻ നമ്മൾ ഇതിൻ്റെ 4 പോയിന്റുകൾ നമ്മൾ ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, നമ്മൾ മോൾ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് എങ്ങനെയൊക്കെ കുറേ എക്സ്പ്രഷൻസ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് 1 മോൾ ഈസ് ഈക്വൽ ടു 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നിട്ട് ഇത് എത്ര മോളാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. ആ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് എക്സ്പ്രഷനാണ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽസ് number of particles divided by 6.022 × 10⁻23. ഇത് ഒന്നാമത്തെ എക്സ്പ്രഷൻ. അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? 1 മോൾ എന്ന് പറഞ്ഞാൽ അതിൽ 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാകും എന്നുള്ള പോയിന്റിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നാൽ അത് എത്ര മോൾസ് ആണെന്ന് കണ്ടുപിടിക്കാൻ ഈ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ടാമത്തെ എക്സ്പ്രഷൻ നമ്പർ ഓഫ് മോൾ ആറ്റംസ്, അതായത് നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ മോൾ കൺസെപ്റ്റ് പ്രകാരം കണ്ടുപിടിക്കുന്നു. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഗ്രാം അറ്റോമിക് മാസിനെ കുറിച്ചാണ്. നമ്പർ ഓഫ് മോൾ ആറ്റംസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം ആറ്റം ഓർ ഗ്രാം അറ്റോമിക് മാസ്. ഇത് രണ്ടാമത്തെ എക്സ്പ്രഷൻ. ഇനി നമ്മൾ മൂന്നാമത്തെ എക്സ്പ്രഷൻ നോക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്, അതിനെ നമ്മൾ ജസ്റ്റ് നമ്പർ ഓഫ് മോൾസ് തരുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോൾ. ഇതിനെ തന്നെ നമുക്ക് മോളാർ മാസ് എന്ന് പറയാം, ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയാം, ഒക്കെ പറയാം. ഇത് നമ്മൾ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ നിങ്ങൾക്ക് എഴുതി തന്നു. ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ പറയും, എല്ലാ ഒരു കോമൺ ആയിട്ടുള്ള രീതിയിൽ മാസ് ബൈ മോളാർ മാസ് എന്നുള്ള രീതിയിലും നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ വോളിയം. സാധാരണ അത് ലിറ്ററിലാണ്. വോളിയം ഇൻ ലിറ്റർ
at STP divided by 22.4 liter. ഇത് തന്നെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻ മില്ലി ലിറ്റർ അറ്റ് STP ആണെങ്കിൽ 22,400 എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ് ഈ ഡിസ്കസ്ഡ് ഇൻ ദി മോൾ കൺസെപ്റ്റ്. അതായത് ഈ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത കുറച്ച് പോയിന്റുകളാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെയുള്ള കുറച്ച് പോയിന്റുകളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്കിനി ഈ മോൾ കൺസെപ്റ്റ് എന്ന ഭാഗത്തിലുള്ള ചില പ്രോബ്ലംസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് പ്രോബ്ലം ഈസ് വാട്ട് ഈസ് ദി mass of a carbon 12 atom. This is the first question. What is the mass of a carbon 12 atom? Confusion ഉണ്ടാകാൻ പാടില്ല. ഒരു കാർബൺ 12 എന്ന് പറഞ്ഞാൽ 12 അറ്റോമിക് മാസ് ഉള്ള കാർബണിൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് ഇങ്ങനെയാണ്. നമുക്കറിയാം കാർബൺ 12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് മാസ് എത്രയായിരിക്കും? അറ്റോമിക് മാസ് ഈസ് ഈക്വൽ ടു 12 ഗ്രാം ആയിരിക്കും. അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 ഗ്രാം ആയിരിക്കും. ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12 ഈസ് ഈക്വൽ ടു 12 ഗ്രാം. 12 ഗ്രാം ഓഫ് C12 contains 6.022 into 10 raised to 23 carbon atoms. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതുമാണ്. കാർബൺ 12 എന്ന് പറയുന്നതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് 12 ഗ്രാം ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 മോൾ ആറ്റം ആണ്, അല്ലെങ്കിൽ 6.022 into 10 raised to 23 കാർബൺ ആറ്റം ആയിരിക്കും. അപ്പോൾ ഇത്രയും ആറ്റങ്ങൾ 12 ഗ്രാമിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസാണ്. അതായത് വാട്ട് ഈസ് ദി മാസ് ഓഫ് എ C12 ആറ്റം. അപ്പോൾ ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? മാസ് ഓഫ് എ C12 ആറ്റം ഈസ് ഈക്വൽ ടു 12 ഗ്രാം ഡിവൈഡഡ് ബൈ 6.022 into 10 raised to 23. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അതായത് 12 ഗ്രാമിൽ ഇത്രയും ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒരാറ്റത്തിൻ്റെ മാസ് എത്രയായിരിക്കും? മാസ് ഓഫ് എ C12 ആറ്റം ഈസ് ഈക്വൽ ടു 12 ഗ്രാം ഡിവൈഡഡ് ബൈ 6.022 into 10 raised to 23 ആണ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം 1.992 into 10 raised to -23 എന്ന് കിട്ടും. അതായത് 1/10 raised to 23 എന്ന് പറയുന്നത് 10 raised to -23 ആണ്. ദിസ് ഈസ് ദി മാസ് ഓഫ് 1 carbon atom. Okay, you can use calculator and can easily calculate the final answer. Okay, the next problem, second problem, what is the mass of a silver atom? ഒരു സിൽവർ ആറ്റം, സിൽവറിൻ്റെ സിമ്പൽ എന്താണ്? Ag എന്നാണ്. അതിൻ്റെ GAM എന്ന് പറയുന്നത് 108 ഗ്രാം ആണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പറയാം. ഒരു സിൽവർ ആറ്റത്തിൻ്റെ മാസാണ് നമുക്ക് അറിയാൻ പറ്റേണ്ടത്. അപ്പോൾ അതിൻ്റെ GAM എത്രയാണ്? ഗ്രാം അറ്റോമിക് മാസ് ഓഫ് സിൽവർ ഈസ് ഈക്വൽ ടു 108 gram. So 108 gram of silver contains 6.022 into 10 raised to 23 silver atoms. So therefore mass of a silver atom is equal to 108 gram divided by 6.022 into 10 raised to 23. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് എത്രയാണ്? കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരിക
1.793 ഇൻറ്റു 10⁻⁻22 ഗ്രാം. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇവിടം വരെ നമുക്ക് നമ്മളെ ഐഡിയ ആയിട്ട് തന്നെ കിട്ടണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പല വഴിക്കും നമ്മൾ മോൾ കൺസെപ്റ്റിൻ്റെ ആശയങ്ങൾ വെച്ച് പോകും. നമ്മൾ ഇവിടെയുള്ള ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ് ആ പോയിന്റ്? അതായത് 1 GAM-ൽ 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ 6.022 × 10⁻23 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ തേർഡ് പ്രോബ്ലം ഇതാണ്. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് എ വാട്ടർ മോളിക്യൂൾ. ദിസ് ഈസ് ദി തേർഡ് ക്വസ്റ്റ്യൻ. ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ മാസാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് അതിനെ ഹിൻ്റായിട്ട് തരും. നമുക്ക് ഹിൻ്റായിട്ട് ചിലപ്പോൾ തരും മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ് വാട്ടറിൻ്റെത്? 18 ആണ്. 18 AMU ആണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള പോയിന്റ് ഇങ്ങനെയാണ്. ദ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ ഈസ് 18 AMU. Therefore 1 gram atomic mass or gram molecular mass, atomic mass alla, gram molecular mass of H2O is equal to എന്താണ്? 18 AMU മാറ്റി നമുക്ക് ഗ്രാം ഇടാം. 18 gram. Therefore 18 gram of H2O contains 6.022 into 10⁻23 H2O molecules. ഇത്രയും മോളിക്യൂൾസ് അതിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു H2O മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. സോ മാസ് ഓഫ് എ H2O മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾ is equal to 18 gram divided by 6.022 into 10⁻23. 18 by 6.022 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 2.99 കിട്ടും. ഇൻറ്റു 1 by 10⁻23 എന്ന് പറഞ്ഞാൽ 10⁻⁻23 ഇത്രയും ഗ്രാം. ഇതാണ് എന്ത്? ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഇനിയും ചെയ്യാൻ വരും. ഓക്കെ, നമുക്ക് ഇനി നാലാമത്തെ പ്രോബ്ലം നോക്കാം. ഇതാണ് പ്രോബ്ലം. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് present in 1 gram of H2O. ഓക്കെ, ദിസ് ഈസ് ദി പ്രോബ്ലം. അതായത് 1 gram H2Oയിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാമിലുള്ള മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ഓർ ഗ്രാം മോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നേതാണ് H2 ആണ്. H2Oൻ്റെ 1 ഗ്രാം മോൾ എത്രയാണ്? 1 ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണ്? 1 ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് H2O ഈസ് ഈക്വൽ ടു 18 ഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന മാസ് എത്രയാണ്? 1 ഗ്രാം ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു 1 ഗ്രാം ഡിവൈഡഡ് ബൈ 18 ഗ്രാം. ഓക്കെ, ഇത് എത്ര കിട്ടും? 3. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? 1 ഗ്രാം ബൈ 18 ഗ്രാം. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് അല്ല, വാട്ട് ഈസ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ്. ഇത്രയുമാണ് അതിലുള്ള നമ്പർ ഓഫ് മോൾസ്. അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 ആണ്. അപ്പോൾ 1 ഗ്രാം ബൈ 18 ഗ്രാം ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അതിന് നമുക്ക് എത്ര കിട്ടും? 3.344 ഇൻറ്റു 10⁻22 മോൾ എന്ന് കിട്ടും. അല്ലെങ്കിൽ എത്രയും മോളിക്യൂൾസ് ഉണ്ടാവും. മോളല്ല, എത്രയും മോളിക്യൂൾസ് എവിടെ ഉണ്ടാവും? 1 ഗ്രാം ഓഫ് H2Oയിൽ ഉണ്ടാവും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ?